എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ച് ഒരു കയറൊക്കെ കിട്ടി, അതിലാണ് നമ്മുടെ വോളിബോളിന്റെ കളി നടക്കുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് അന്നത് ആ കളി മാത്രം തന്നെയല്ല, അതുപോലെ തന്നെ കുറ്റിക്കോലും കളിക്കുക, അതുപോലെ മറ്റേ അരിഷ്കായ കുറ്റി കളിക്കുക, മറ്റൊരു ചിന്ത ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രത്യേകതയാണ് അവരെ ഞാൻ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ, നമ്മുടെ പ്രദേശം ഗവൺമെന്റ് പ്രദേശമകലല്ല എങ്കിലും അവിടെ നമ്മൾ കുളിക്കാനുമായിട്ട് 2 കുളങ്ങളുണ്ട്. ആ കുളമൊക്കെ വേനൽക്കാലാവുമ്പോ നനയ്ക്കണെങ്കിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ വെട്ടി വൃത്തിയാക്കി ഇടുമ്പോൾ എല്ലാ കുളങ്ങളും എത്ര പ്രയാസങ്ങളുള്ള കാലഘട്ടമായിരുന്നെങ്കിൽ പോലും അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോ കൂട്ടമായിട്ട് ആ കുളത്തിൽ നീന്തി കുളിക്കുക. അപ്പോ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു നീന്തൽ പരിശീലനമായി വെട്ടുപരവില്ലായി. പക്ഷെ അവസാനം നമ്മുടെ രക്ഷിതാക്കള് തല്ലുകൊണ്ടിട്ടാണ് നമ്മളെ പുറത്തേക്ക് കയറുക. മണിക്കൂറോളം ഈ അഭ്യാസം. വായനശാല സെക്രട്ടറി PR ജോഷി അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ മുഖ്യാതിഥിയായി. പിന്നെ കോളേജിലൊക്കെ എല്ലാ വോളിബോൾ ടീമിനും കൊണ്ട് നടക്കലും ഒക്കെ പിന്നെ ടീമൊക്കെ വന്ന് വോളിബോൾ കളിക്കുക, ഫുട്ബോൾ അത്ര പറ്റുന്നു, എല്ലാവർക്കും ഇത് കളിക്കുക. പക്ഷെ അന്ന് ഈ തരം ബോളുകൾ ഇല്ല, ഇല്ല. എന്നിട്ട് ഈ വോളിബോൾ നേരം വിളിക്കുമ്പോ തലേദിവസം വെള്ളത്തിൽ വീഴുന്നതൊക്കെ നേരം വിളിക്കുമ്പോ പോയി നമ്മുടെ ബാർബത്തെ ശേഖരൻ എന്ന് പറഞ്ഞു, ശരിയല്ലെങ്കിൽ ശേഖരൻ വലിയ വോളിബോളറായിരുന്നു. അപ്പൊ അവിടെ ചെന്നിരുന്ന് ശേഖരന് ഞാനും കൂടി അക്കരയ്ക്ക് പോയി എല്ലാ ദിവസവും തന്നെയാണ് മറ്റേ ബോള് തുന്നിക്കെട്ടി വീണ്ടും കൊണ്ടുവന്ന് 4 അടി നമ്മുടെ ശ്രീനാരായണ വായനശാലയോട് അടിക്കുമ്പോഴേക്കും വീണ്ടും കൊള്ളും. അവിടെ ഒരു സ്ത്രീയാണ് വലിയ, പക്ഷെ അവർക്ക് അന്ന് ഏതേലും ഈ ബോൾ ഇടാനേ നേരമുള്ളൂ. ഞാൻ അടപ്പിലിട്ട് വെപ്പം. നമ്മുടെ വായനശാലത്തെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവര് മോശമായിട്ടല്ല, ഏതേലും ശരിയല്ല ഇവിടെ ഓർമ്മയില്ല. പിന്നെ ദേവിയൊക്കെ വാല് അതുകൊണ്ട് കുഴപ്പമുണ്ടായി. ഞാൻ ഗോതമ്പകത്തൊക്കെ കുട്ടികളെയും കൊണ്ടുപോയി നമ്മുടെ ഇവിടെ ഒരു TT ഇവിടെ പറയുമ്പോഴേ ഇടയ്ക്കെത്തുകാർ മറക്കണ്ട. ഇന്നലെ ആള് മരിച്ചു, അതിൽ കാലിപടത്തിൽ ചന്ദ്രശേഖരൻ പാട്ടാണ്. അയാളും ഇതായിരുന്നു AOC-യിലെ കളിക്കാരൻ. അയാളുടെ അച്ഛൻ ഇന്ത്യൻ ടീമിൽ, അല്ലെങ്കിൽ സർവീസസ്, പഴയകാലത്ത് സർവീസസ് ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന് തുല്യം, അതിൽ മെമ്പറായി. ഈ 5 ഇത് മാത്രം വോളിബോൾ ടൂർണമെന്റ് ആണ് കേരളത്തിന് അനുവദിക്കും. അതിൽ ആലപ്പുഴ ടൂർണമെന്റ് ഫൈനൽ കളിച്ച് വ്യത്യാസം പത്രത്തിൽ നോക്കുമ്പോ ചന്ദ്രശേഖരൻ നന്നായിട്ട് ഡിഫൻഡ് ചെയ്തു, ചന്ദ്രശേഖരന്റെ കൈയൊക്കെ നീരായി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും രാവിലെ കൈയൊക്കെ നീരായി ഏത് നിർത്തിയിരുന്നില്ല. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ലൈബ്രറി താലൂക്ക് കൌൺസിൽ അംഗം KG സുഗദേവ്, PC രവി, TN സിജിൽ, എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ സജു, CA അനിൽകുമാർ, മണികണ്ഠലാൽ, ബേബി ശിവദാസൻ, TN തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. 50ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപുര. You're watching True Line News.